HRMൽ നമ്മൾ അടുത്ത ടോപ്പിക് വരുന്നത് ട്രെയിനിങ് പ്രോസസ്സാണ്. അപ്പോൾ ട്രെയിനിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ട്രെയിനിങ് കൊടുക്കുന്ന ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എന്നുള്ളത് നോക്കാം. വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് തിങ്, അതായത് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അസസ്മെൻറ്റ് ഓഫ് ട്രെയിനിങ് നീഡ്സ് ഷുഡ് ബി ഡൺ. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ട്രെയിനിങ്ങിൻ്റെ നീഡ് എന്താണെന്നുള്ളത് എന്താക്കുക, വിശദമായിട്ട് പരിശോധിക്കണം. അസസ്മെൻറ്റ് ഓഫ് ട്രെയിനിങ് നീഡ്സ്, മനസ്സിലായല്ലോ. അപ്പോൾ ട്രെയിനിങ് പ്രോഗ്രാം ഇസ് ലോഞ്ച്ഡ് ഓൺലി ആഫ്റ്റർ ദ ട്രെയിനിങ് നീഡ്സ് ആർ അസസ്ഡ് ക്ലിയർലി ആൻഡ് സ്പെസിഫിക്കലി. വെറുതെ ഒരു ട്രെയിനിങ് നടത്തിയിട്ട് കാര്യമില്ല. ഈ ട്രെയിനിങ് എന്തിനു വേണ്ടിയിട്ടാണ്, അതായത് നമ്മൾ നീഡ് അനാലിസിസ് നടത്തുന്ന സമയത്ത് നീഡ്സ് ആർ ഐഡൻറ്റിഫൈഡ് ത്രൂ എൻ അനാലിസിസ് ഓഫ് ദി എൻറ്റയർ ഓർഗനൈസേഷൻ, ഇറ്റ്സ് ഓപ്പറേഷൻ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് അവൈലബിൾ. അപ്പോൾ കൃത്യമായിട്ട് ഈ 3 കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ട് അസസ് ചെയ്തിട്ട് വേണം ട്രെയിനിങ് നടത്താൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ അനാലിസിസാണ്, നീഡ് അനാലിസിസാണ് ചെയ്യുന്നതെന്നുള്ളത്. ഫസ്റ്റ് വൺ, ഓർഗനൈസേഷണൽ അനാലിസിസ്. മൊത്തമായിട്ട് ഓർഗനൈസേഷനെ കുറിച്ചൊന്ന് മനസ്സിലാക്കണം ട്രെയിനിങ് കൊടുക്കുന്നതിന് മുന്നേ. അതായത് ഓർഗനൈസേഷന് എന്തൊക്കെ ഒബ്ജക്റ്റീവ്സാണ്, എന്തൊക്കെ റിസോഴ്സസ് ഉണ്ട്, എങ്ങനെ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യണം, ആൻഡ് ഹൗ ടു യൂട്ടിലൈസ് ഇറ്റ്, ആൻഡ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ആൻഡ് ഇറ്റ്സ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ഓർഗനൈസേഷനെ കുറിച്ചിട്ടുള്ള ഒരു ഇറ്റ് ഇസ് എ സ്റ്റഡി ഓഫ് ദി എൻറ്റയർ ഓർഗനൈസേഷൻ ഇൻ ടേംസ് ഓഫ് ഓൾ ദീസ്. ഓക്കെ. രണ്ടാമത് നീഡ് അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ അനാലിസിസാണ് ചെയ്യേണ്ടത്. ഓപ്പറേഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് ജോബ്. മനസ്സിലായല്ലോ. ജോബിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഏത് ജോബിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കാൻ പോണത്, ആ ജോബിനെ കുറിച്ചിട്ട് എന്താക്കുക, ഒരു അസസ്മെൻറ്റ് നടത്തുക. അപ്പോൾ ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് മെയിൻലി ടു അസസ് ജോബ് കണ്ടൻറ്റ്, സ്കിൽസ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് റിക്വയർഡ് ടു പെർഫോം ദാറ്റ് ജോബ്, ദ നോളജ് ആൻഡ് വർക്ക് ബിഹേവിയർ. അപ്പോൾ ജോബിനെ കുറിച്ചും പഠിച്ചു കഴിഞ്ഞു. മൂന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ്, മാൻ അനാലിസിസ്. മാൻ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കാണോ നിങ്ങൾ ട്രെയിനിങ് കൊടുക്കാൻ പോണത്, ചിലപ്പോൾ ന്യൂ എൻട്രൻസിനാവാം, അപ്പോൾ അവരെ കുറിച്ചിട്ടുള്ളൊരു അനാലിസിസ് നടത്തുക. അതായത് ദ പേഴ്സൺസ് ടു ബി ട്രെയിൻഡ്, ചേഞ്ചസ് റിക്വയർഡ് ഇൻ നോളജ്, സ്കിൽസ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഓഫ് എംപ്ലോയീസ് ആർ ടു ബി ഡിറ്റർമിൻ. അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് എവിടെയാണോ ഗ്യാപ്പ് വന്നിട്ടുള്ളത് അതിനനുസരിച്ചുള്ള ട്രെയിനിങ് വേണം കൊടുക്കാൻ. Then assessment of training needs must focus on anticipated skills of an employee എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതാണ് ഫസ്റ്റത്തെ പ്രോസസ്സ് ട്രെയിനിങ്ങിൽ വരുന്നത്. എന്താണ്, അസസ്മെൻറ്റ് ഓഫ് ട്രെയിനിങ് നീഡ്സ്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഈ അനാലിസിസ് അസസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ ട്രെയിനിങ്ങിൻ്റെ ആവശ്യകത, നീഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തതായിട്ട് ആ ട്രെയിനിങ്ങിൻ്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വെക്കണം. അപ്പോൾ വൺസ് ട്രെയിനിങ് നീഡ്സ് ആർ അസസ്ഡ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഗോൾസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് മസ്റ്റ് ബി എസ്റ്റാബ്ലിഷ്ഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ലക്ഷ്യമില്ലാതെ വെറുതെ ഒരു ട്രെയിനിങ് കൊടുത്തു പോയിട്ട് ഒരു കാര്യമില്ല. സോ വിത്തൗട്ട് എ ക്ലിയർ സെറ്റ് ഓഫ് ഗോൾസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡിസൈൻ എ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. അപ്പോൾ സാധാരണഗതിയിൽ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഒന്നുകിൽ ടു പ്രൊവൈഡ് ബേസിക് നോളജ് ആൻഡ് സ്കിൽസ് റിക്വയർഡ് ടു പെർഫോം എ സ്പെസിഫിക് ജോബ് ആവാം, അല്ലെങ്കിൽ ടു പ്രൊവൈഡ് ലേറ്റസ്റ്റ് കോൺസെപ്റ്റ്, അതായത് ടെക്നോളജിക്കൽ ചേഞ്ചസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആവാം. അതുമല്ലെങ്കിൽ ടു ബിൽഡ് എ സെക്കൻഡ് ലൈൻ ഓഫീസസ് ബൈ ഗിവിംഗ് ട്രെയിനിങ് ടു ഒക്യുപ്പൈ റെസ്പോൺസിബിൾ പൊസിഷൻസ് ഇൻ ഫ്യൂച്ചർ. അപ്പോൾ എന്താണോ ട്രെയിനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ട്രെയിനിങ് ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നോളജ് ആൻഡ് സ്കിൽസ് ഇമ്പാർട്ട് ചെയ്യാൻ. ഓക്കെ. ഇനി വരുന്നത് തേർഡ് സ്റ്റെപ്പിൽ വരുന്നത് ഡിസൈനിങ് ട്രെയിനിങ് പോളിസി. അതായത് കമ്പനി എന്ത് ചെയ്യണം, അവരുടെ ട്രെയിനിങ് പോളിസി ഡിസൈൻ ചെയ്യണം. ആഫ്റ്റർ ഡിസൈഡിങ് ദ ട്രെയിനിങ് ഒബ്ജക്റ്റീവ്സ്, ദിസ് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഇസ് ഡിസൈനിങ് ആൻ അപ്രോപ്രിയേറ്റ് ട്രെയിനിങ് പോളിസി. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് കൺസേൺ വിത്ത് ട്രെയിനിങ്. എ ട്രെയിനിങ് പോളിസി ഷുഡ് ഡിസ്ക്ലോസ് ദ ഫോളോയിങ്. എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്നാണ്, റിസൾട്ട് എക്സ്പെക്റ്റഡ്, ടൈപ്പ് ഓഫ് ട്രെയിനിങ് നീഡഡ്, time and place of training, training priorities, remuneration to be paid to employees on training, outside agencies to be associated with training. ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു കൃത്യമായ ട്രെയിനിങ് പരിശീലനത്തിനുള്ള ഒരു നയം രൂപീകരിക്കണം. ഓക്കെ. ഫോർത്ത് സ്റ്റെപ്പിൽ വരുന്നതാണ് ഡിസൈനിങ് ട്രെയിനിങ് പ്രോഗ്രാം.
അവിടെ ഡിസൈനിങ് ട്രെയിനിങ് പോളിസിയാണ്, ഇവിടെ പ്രോഗ്രാം എങ്ങനെയാണെന്നുള്ളതാണ്, ആ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാം. അപ്പോൾ വൺസ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പോളിസി ഓഫ് ട്രെയിനിങ് ഇസ് ഡിറ്റർമിൻ, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ഡിസൈൻ എൻ അപ്രോപ്രിയേറ്റ് ട്രെയിനിങ് പ്രോഗ്രാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5th സ്റ്റെപ്പിൽ വരുന്നതാണ് ഫിക്സിങ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ട്രെയിനിങ്. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ദ ഹോൾ ഓർഗനൈസേഷൻ ഇസ് ഇൻവോൾവ് ടു കണ്ടക്ട് ട്രെയിനിങ് പ്രോഗ്രാംസ്. ഓക്കെ, അപ്പം ഫസ്റ്റ് എന്ത് ചെയ്യണത്, ടോപ്പ് മാനേജ്മെൻറ്റ് ഫ്രെയിംസ് ദ ബേസിക് ട്രെയിനിങ് പോളിസി ആൻഡ് അപ്രൂവ്സ് ദ ട്രെയിനിങ് പ്ലാൻ പ്രോഗ്രാംസ് ആൻഡ് ബഡ്ജറ്റ്. അതായത് എങ്ങനെയുള്ള പോളിസി ആയിരിക്കണം, പിന്നെ അത് ഡിസൈൻ ചെയ്യണം, അതിൻ്റെ എത്ര ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യാം ഓരോ ട്രെയിനിങ്, അതൊക്കെ ചെയ്യുന്ന ടോപ്പ് മാനേജ്മെൻറ്റ്. ഇനി ഇൻസ്ട്രക്ഷണൽ പ്രോഗ്രാംസ് ആർ പ്ലാൻഡ് ആൻഡ് ഇവാലുവേറ്റഡ് ബൈ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ്. പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡ്യൂട്ടി എന്താണ്, ഇൻസ്ട്രക്ഷണൽ പ്രോഗ്രാംസ് ഒക്കെ പ്ലാൻ ചെയ്യണം, ഏത് രീതിയിലാണ് ചെയ്യാൻ പറ്റും, ടൈമും കാര്യങ്ങളൊക്കെ. ആൻഡ് ദ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്ലാൻസ് ആർ ഇംപ്ലിമെൻറ്റഡ് ബൈ ലൈൻ സൂപ്പർവൈസേഴ്സ്. അപ്പോൾ ഇങ്ങനെ ഈ അതോറിറ്റി വരുന്നതിനനുസരിച്ചിട്ട് ട്രെയിനിങ്ങിൻ്റെ എന്തും മാറി അവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. Then participants are required to feedback, revision and suggestions for improvement of program. അതാണ് ആ 5th സ്റ്റെപ്പിൽ വരുന്നത്, ഫിക്സിങ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ട്രെയിനിങ്. ഓക്കെ, 6th is സെലക്ഷൻ ഓഫ് ട്രെയിനീസ്. അപ്പോൾ സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ആരെയാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത്, ആർക്കാണോ ട്രെയിനിങ് കൊടുക്കേണ്ടത് അവരെ സെലക്ട് ചെയ്യണം, ട്രെയിനീസിനെ. അപ്പോൾ the number and type of employees who are in need of training is to be selected. അപ്പം ഇറ്റ് മേ ബി ഒന്നുകിൽ ചിലപ്പോൾ ന്യൂ എൻട്രൻസിനാവാം, അല്ലെങ്കിൽ ഓൾഡ് എംപ്ലോയീസിനാവാം, ചിലപ്പം അൺസ്കിൽഡ് ആവാം, ചിലപ്പോൾ സെമി സ്കിൽഡ് എംപ്ലോയീസ് ആവാം, സൂപ്പർവൈസേഴ്സ് ആവാം, എക്സിക്യൂട്ടീവ്സ് ആവാം. അപ്പോൾ ഏത് കാറ്റഗറിയിലുള്ളവർക്ക് ആ ട്രെയിനിങ് വേണ്ടത് എന്നുള്ളത് അവരെ സെലക്ട് ചെയ്യാം. അപ്പോൾ വേരിയസ് ടൈപ്സ് ഓഫ് ട്രെയിനിങ് ഷുഡ് ബി ഡിസൈഡ് അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് പേഴ്സൺസ് ട്രെയിൻ. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ആളുകളുമായി, ട്രെയിനിങ് കൊടുക്കാനുള്ള ആളുകളുമായി അടുത്ത സ്റ്റെപ്പ് എന്താണ്, പ്രിപ്പയർ ചെയ്യുക, പ്രിപ്പറേഷൻ ഓഫ് ട്രെയിനിങ്. അപ്പോൾ ഈ പ്രിപ്പറേഷൻ ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 സ്റ്റേജസ്. അതായത് എന്താണ് പ്രിപ്പറേഷൻ ഓഫ് ദ ട്രെയിനറാണ്, സെക്കൻഡ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ട്രെയിനീസാണ്. ഇപ്പോൾ ട്രെയിനറെ തയ്യാറെടുപ്പിക്കണം, അതേപോലെ ട്രെയിനീസിനെയും തയ്യാറെടുപ്പിക്കണം. അപ്പം സക്സസ് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് അപ്പോൺ ദ ഇൻസ്ട്രക്ടേഴ്സ് ഓർ റിസോഴ്സ് പേഴ്സൺസ്. നമ്മളിപ്പം ഒരു ട്രെയിനിങ്ങിന് പോയിരുന്ന് ഭയങ്കര ബോറടിപ്പിക്കുന്ന സെഷൻസാണെങ്കിൽ നമ്മളെന്താക്കും, എണീറ്റ് പോരും അവിടുന്ന്. അപ്പം ഒരു ട്രെയിനിങ്ങിൻ്റെ ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് ആരുടെ കയ്യിലായിരിക്കും, ട്രെയിനറെ കയ്യിലായിരിക്കും. സോ ഹി ഷുഡ് അസർട്ടൈൻ ആസ് ടു വാട്ട് ഇസ് ടു ബി ടോട്ട് ആൻഡ് ബൈ വിച്ച് മെത്തേഡ്. ഹി ഷുഡ് ഹാവ് ആൻ ആപ്റ്റിറ്റ്യൂഡ് ഫോർ ടീച്ചിങ് ആൻഡ് ഷുഡ് എംപ്ലോയ് ദ റൈറ്റ് ട്രെയിനിങ് ടെക്നിക്സ് എന്നാണ് പറയുന്നത്. ഇനി ട്രെയിനീസിനെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നത്, ട്രെയിനീസ് മസ്റ്റ് ബി മെൻ്റലി പ്രിപ്പയർഡ് ടു ലേൺ. ട്രെയിനിങ് മസ്റ്റ് റെക്കഗ്നൈസ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇൻ എബിലിറ്റീസ്, ഇൻട്രസ്റ്റ്, ലേണിംഗ് സ്പീഡ് ആൻഡ് അതർ സിഗ്നിഫിക്കൻറ്റ് പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ചിലർ പറയുന്നില്ല ബോറടിയിരുന്നു, ചിലർക്ക് കുഴപ്പമില്ല, ചിലർ അടിപൊളിയായിരുന്നു അറിയാം. അപ്പോൾ ഓരോരുത്തരുടെ എന്താ പറയുക ട്രെയിനിങ്ങിൻ്റെ ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഡിപ്പെൻഡ്സ് അപ്പോൺ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇൻ എബിലിറ്റീസ്, ഇൻട്രസ്റ്റ് എക്സെട്ര. ഓക്കെ, അപ്പം ട്രെയിനിങ്ങിന് പ്രിപ്പയറും ചെയ്തു. നെക്സ്റ്റ് സെലക്ഷൻ ഓഫ് ട്രെയിനിങ് മെത്തേഡ്, ഏത് മെത്തേഡ് ഓഫ് ട്രെയിനിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ സ്യൂട്ടബിൾ ട്രെയിനിങ് മെത്തേഡ് ഷുഡ് ബി അസർട്ടൈൻ വിത്ത് അഡ്വൈസ് ഓഫ് പേഴ്സണൽ മാനേജർ ആൻഡ് ടോപ്പ് എക്സിക്യൂട്ടീവ്സ്. ഓൺ ദ ജോബ് ട്രെയിനിങ് വേണോ, ഓഫ് ദ ജോബ് ട്രെയിനിങ് വേണോ, അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുക. ദെൻ ഡിസൈനിങ് ദ ട്രെയിനിങ് കോഴ്സ്. അപ്പോൾ ഈ ട്രെയിനിങ് കോഴ്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം, ഡിസൈഡിങ് ദ കണ്ടൻസ് ഓഫ് ദ ട്രെയിനിങ്, എന്തൊക്കെ കണ്ടൻസ് ആണ്. പിന്നെ ഡിസൈനിങ് ദ സപ്പോർട്ട് മെറ്റീരിയൽസ് ഫോർ ട്രെയിനിങ് ലൈക്ക് സ്റ്റഡി നോട്ട്, കേസ് സ്റ്റഡി, പാംപ്ലെറ്റ്സ്, ചാർട്ട് എക്സെട്ര. ദെൻ പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ് ഫോർ ഓൾട്ടർനേറ്റീവ് ട്രെയിനിങ് പാക്കേജ്. ഓക്കെ, ദെൻ 10th വൺ ഇസ് റൂൾസ് ഫോർ കണ്ടക്റ്റിംഗ് ട്രെയിനിങ്. അതായത് വെറുതെ ട്രെയിനിങ് നടത്തിയാൽ പോരാ, അതിന് കുറച്ച് റൂൾസ് ഉണ്ടാക്കണം. മനസ്സിലായല്ലോ, എന്തൊക്കെ റൂൾസാണ്. ഫസ്റ്റ് വൺ, ടൈം ടേബിൾ വേണം. ട്രെയിനർ മസ്റ്റ് പ്രിപ്പയർ എ ടൈം ടേബിൾ ഫോർ ദ ട്രെയിനിങ്. അതായത് ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെ, ഇത്ര ടൈം മുതൽ ഇത്ര ടൈം വരെ എന്ന് വെച്ചുകൊണ്ടുള്ളൊരു ടൈം ടേബിൾ. പേഴ്സണൽ അറ്റൻഷൻ, അപ്പോൾ എവറി ട്രെയിനി ഷുഡ് ബി പേഴ്സണലി കെയർഡ്. ഓക്കെ, ദെൻ വർക്ക് എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ഓഫ് വർക്ക് ആണെന്നുള്ളത് ഇറ്റ് ഷുഡ് ബി ക്ലിയർലി ഡിഫൈൻഡ്. ആൻഡ് ടൈമിംഗ് ഓൾറെഡി മെൻഷൻഡ്, അതായത് വർക്ക് ഷുഡ് ബി ക്ലിയർലി ആൻഡ് സ്ലോലി ടോട്ട്.
And employment, workers are to be allowed to work. He should be helped to do work by removing mistakes. അതായത് ഒരു വർക്ക്ഷോപ്പ് പോലെ ആയിരിക്കണം. വെറുതെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല, അവർക്ക് ചെയ്ത് മനസ്സിലാക്കാനുള്ള ഒരു ഇതും കൂടെ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ദീസ് ആർ ദ റൂൾസ് ഫോർ കണ്ടക്ടിങ് ട്രെയിനിങ്. നെക്സ്റ്റ് ട്രെയിനിങ് പ്രോസസ്സിൽ വരുന്ന 11th പോയിൻ്റാണ് പ്രസൻറ്റേഷൻ. ട്രെയിനർ ടെൽസ്, ഡെമോൺസ്ട്രേറ്റ്സ് ആൻഡ് ഇല്ലുസ്ട്രേറ്റ്സ് ഇൻ ഓർഡർ ടു പ്രൊവൈഡ് ന്യൂ നോളജ് ആൻഡ് ഓപ്പറേഷൻസ്. അതൊക്കെ ഓരോ ട്രെയിനർ കഴിവിനനുസരിച്ചിരിക്കും കേട്ടോ. കുറേ പറയും, കുറേ ഡെമോ കാണിക്കും, കുറേ ഇല്ലുസ്ട്രേറ്റ് ചെയ്യും. അപ്പോൾ ഹി ഷുഡ് എക്സ്പ്ലെയിൻ എവറി പോയിൻറ്റ് ക്ലിയർലി. അപ്പോൾ കീ പോയിൻറ്റ് ഷുഡ് ബി സ്ട്രെസ്ഡ് എന്നാണ് പറയുന്നത്. ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ക്യാൻ ഓൾസോ ബി യൂസ് ടു ഡെമോൺസ്ട്രേറ്റ് ആൻഡ് ഇല്ലുസ്ട്രേറ്റ്. ട്രെയിനീസ് ഷുഡ് ബി ആസ് ടു റിപ്പീറ്റ് ദ ഓപ്പറേഷൻ. അപ്പോൾ ഇയാളിങ്ങനെ പഠിപ്പിച്ച് കൊടുക്കും, പല മെത്തേഡ്സ് വെച്ച് പ്രസൻറ്റ് ചെയ്യും. വേണമെങ്കിൽ PPT ആക്കി ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് ട്രെയിനീസിനോട് അത് റിപ്പീറ്റ് ചെയ്യാൻ പറയാം. അപ്പോൾ ഉറപ്പിക്കാമല്ലോ മനസ്സിലായി എന്നുള്ളത്. ദെൻ 12th വൺ, എക്സാമിനേഷൻ ഓൺ ദി പെർഫോമൻസ്. എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാം. ഈ ട്രെയിനീസ് ആർ ആസ്ക്ഡ് ടു ഡു ഈച്ച് ജോബ് സ്ലോലി. ഇഫ് യു മേക്ക് മിസ്റ്റേക്ക് ഇറ്റ് ഷുഡ് ബി കറക്റ്റഡ്. അപ്പം ചില സമയത്ത് നമുക്ക് എന്താ പറയുക, വെറുതെ ക്ലാസ് എടുത്ത് പോയിട്ട് കാര്യമുണ്ടല്ലോ. അപ്പോൾ അത് ചെയ്യിപ്പിക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്. ചെയ്യിപ്പിക്കേണ്ട ചെയ്യുക, എന്താണ് തെറ്റെന്നുള്ളത് മനസ്സിലാക്കിങ്ങാണ്ട് ചെയ്തൊരു കാര്യമാണ്, ഒരിക്കലും നമ്മൾ മറക്കില്ലല്ലോ. അപ്പോൾ ഇഫ് നെസസറി ഇൻസ്ട്രക്ഷൻസ് മേ ബി റിപ്പീറ്റഡ് ടിൽ ദ ട്രെയിനി ലേൺസ്. ഓക്കെ, but the trainee should repeat the work till he becomes competitive to perform the job without assistance. Then last step is follow up. അത് ഏതൊരു ട്രെയിനിങ്ങിൻ്റെ ഇഫക്റ്റീവ്നെസ് ഓഫ് ട്രെയിനിങ് ഷുഡ് ബി വെരിഫൈഡ് എന്നാണ് പറയുന്നത്. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് നെസസറി ടു കളക്ട് നെസസറി ഫീഡ്ബാക്ക് ഫ്രം ദ എംപ്ലോയീസ് ടു മേക്ക് ദ ട്രെയിനിങ് പ്രോഗ്രാം ഇഫക്റ്റീവ്. അപ്പോൾ ഫീഡ്ബാക്ക് മേ ബി ഒബ്റ്റെയിൻ അറ്റ് ദി എൻഡ് ഓഫ് ദി പ്രോഗ്രാം. അറിയാലോ നിങ്ങൾക്ക്, ട്രെയിനിങ് ഇവാലുവേഷൻ കൺസിസ്റ്റ് ഓഫ് വേരിയസ് ആസ്പെക്റ്റ് ഓഫ് ട്രെയിനിങ് സച്ച് ആസ് നീഡ്, ഒബ്ജക്റ്റീവ്, മെത്തേഡ്, ടൈമിംഗ്, ഇഫക്റ്റീവ്നെസ് എക്സെട്ര. അപ്പോൾ ഓരോന്നിനെയും കുറിച്ചിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണോ, അതായത് സാറ്റിസ്ഫാക്ടറി, ഗുഡ്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഓപ്ഷൻസ് വെച്ച് കൊടുക്കും. അപ്പോൾ ഫീഡ്ബാക്ക് ജനറേറ്റഡ് ത്രൂ ഫോളോ അപ്പ് വിൽ ഹെൽപ്പ് ടു റിവീൽ ദ എറേഴ്സ് ഓർ മിസ്റ്റേക്സ് ഡൺ. ഇറ്റ് വിൽ ഓൾസോ ഹെൽപ്പ് ഇൻ ഡിസൈനിങ് ഫ്യൂച്ചർ ട്രെയിനിങ് പ്രോഗ്രാംസ്. അപ്പോൾ ഇപ്പം മനസ്സിലാക്കി വെച്ച് എന്തൊക്കെ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് ട്രെയിനിങ് പ്രോഗ്രാമിൽ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. ഫ്യൂച്ചറിൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഫീഡ്ബാക്ക് എടുപ്പിക്കുന്നത്, അതായത് എത്രത്തോളം ഇഫക്റ്റീവാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ദീസ് ആർ ദ ട്രെയിനിങ് പ്രോസസ്സ് ചോദിച്ചാൽ ഇത്ര എഴുതി വെക്കുക. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ട്രെയിനിങ് ആണ്.